നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകൽ കേരളം ചർച്ച ചെയ്ത ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസും കോഴിക്കോട് യുവതി ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവും ഷാജൻ സ്കറിയെ മർദ്ദിച്ച പ്രതികൾ ബംഗളൂരുവിൽ പിടിയിലായ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLAക്കെതിരായ ലൈംഗികാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിനിടെ ഗർഭചിത്രം നടത്തിയ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു, മൊഴിയെടുപ്പാണ്. അതോടൊപ്പം ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഈ യുവതിയെ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം പുറത്തു വരുന്നു. ഇതാരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ കേന്ദ്രീകരിച്ചുള്ള, അതായത് ഈ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളും ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അതായത് ഗർഭചിത്രം നടത്തിയ യുവതിയെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കം 3 മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആ ദിശയിലേക്ക് കൂടി നീളാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഇടപെട്ടതാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങനെയൊരു ഇടപെടൽ മാധ്യമപ്രവർത്തകരെ കരുവാക്കിക്കൊണ്ട് നടത്തിയിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നീളും. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പണം കൈമാറാനുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്ന ദിശയിലേക്ക് കൂടി അന്വേഷണം നടക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 2 പേരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 2 പേരും ഇരകളോ അല്ലെങ്കിൽ ഇരകളുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകിയ 2 പേരുടെ മൊഴിയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിന് കാരണം നേരിട്ട് നിയമപരമായ ഒരു പരാതികളും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ പരാതിക്കാരിലേക്ക് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികളിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായൊരു നിയമപരമായ ബേസ് ഉണ്ടാകണം. ആ ബേസ് ലഭിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് 2 പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർക്കും സന്ദേഹമുണ്ട്. എന്തായാലും ഇന്ന് അവർ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ പരാമർശിച്ചിരിക്കുന്ന ഇരകളാക്കപ്പെട്ടവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇത് കൃത്യമായി ഈ ഒരു അന്വേഷണം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച ഒരു കൂടിയാലോചന കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മേധാവി ADG PH വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം ഇരകളിലേക്ക് എത്തുക എന്ന ഒരു സ്ട്രാറ്റജി അവർ ഫോം ചെയ്തത്. അതിൽ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയിൽ കൃത്യമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ 3 പേർ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 10-ലധികം പരാതികൾ പോലീസിനും ബാലാവകാശ കമ്മീഷനുമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ പരാതിക്കാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ ആരോപണം ഉന്നയിച്ച റിനിയാൻ ജോർജ്, അവന്തിക തുടങ്ങിയവർക്ക് അവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? അതോടൊപ്പം അറിയേണ്ടത്, ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഈ പരാതിക്കാരുടെയും അതോടൊപ്പം ഇരകളായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആ യുവതികളുടെയും മൊഴിയെടുക്കൽ നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക? അതായത് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു, ഒരു പരിധിവരെ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ഈ വെളിപ്പെടുത്തലുകളുമായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയ 3 പേരാണുള്ളത്. അതിൽ ആദ്യത്തെ വ്യക്തി റിനിയാനാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി കേരളത്തിൻ്റെ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു കോളിളക്കം ഉണ്ടാക്കിയിരിക്കില്ല. അങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തുന്നത്. റിനിയാൻ്റെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. റിനിയുടെ പക്കൽ ചില ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് കൈമാറുമോ എന്ന കാര്യത്തിൽ അടക്കം ഒരു വ്യക്തത റിനിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടാകും.
അതിന് പുറമെ ആയിരിക്കും അവന്തിക, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ മൊഴി രേഖപ്പെടുത്തുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു ഡിഫൻസ് തീർക്കാൻ ശ്രമിച്ചത് അവന്തികയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. അവന്തികയും നമ്മളും നമ്മുടെ വാർത്താ ചാനലും ചേർന്നൊരു ഗൂഢാലോചന നടത്തി എന്നൊരു ഡിഫൻസ് നടത്താനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ശ്രമിച്ചത്. പക്ഷേ അത് അല്പസമയത്തിനകം തന്നെ അവന്തിക തന്നെ അത് കൃത്യമായി നിരാകരിച്ചുകൊണ്ട് താൻ പേടിച്ചിട്ടാണ് അന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് രാഹുൽ കൈമാറിയിരിക്കുന്ന മെസ്സേജുകളുടെയും അതോടൊപ്പം വിളിച്ചിരിക്കുന്ന കോൾ റെക്കോർഡുകളുടെയും ഒക്കെ വിശദാംശങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിനെതിരായ നിലപാടിൽ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവന്തിക വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവന്തികയിലേക്കും അന്വേഷണ സംഘം എത്തും. അതിനുശേഷം ഹണി ഭാസ്കറിലേക്ക് എത്തും. ഈ 3 പേരുടെ മൊഴി എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഗർഭചിത്രം നടത്തിയിരിക്കുന്ന യുവതിയുടെ സാവകാശം തേടും. അവരുടെ മൊഴിയെടുക്കുന്നതിനുള്ള സമയം തേടും. അവർ അതിന് സമയം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും നൽകുന്ന മൊഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മാറുകയും ചെയ്താൽ പിന്നീട് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധമൊന്നും മതിയാവില്ല രാഹുലിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം അത് നിയമക്കുരുക്കായി തന്നെ മാറും. അവിടെ ഏത് തരത്തിലായിരിക്കും ഈ യുവതികൾ ഇനി മൊഴി നൽകുക എന്നതാണ് നിർണായകമായി മാറാൻ പോകുന്നത്. ഈ മൊഴി നൽകാൻ ഒരുങ്ങുന്ന യുവതികളെ സ്വാധീനിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് ഇന്നലെ മറ്റൊരു മാധ്യമപ്രവർത്തകർ തന്നെ രംഗത്തെത്തിയത്. അതും വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ദിശയിലേക്ക് കൂടി, അതായത് ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നീളുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതുതന്നെയാണ് ഏറെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കാരണം ഈ മാധ്യമപ്രവർത്തകയെ സ്വാധീനിക്കാൻ വേണ്ടി, അതായത് ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ സ്വാധീനിക്കാൻ വേണ്ടി 3 മാധ്യമപ്രവർത്തകർ സമീപിച്ചു എന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. താൻ ആ അതിജീവിതയെ പോയി കണ്ടു, അവരിപ്പോഴും അതിൻ്റെ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന രീതിയിലുള്ള ആ യുവതി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതൊരു സ്വാധീനത്തിൻ്റെ പേരിൽ സ്വാധീനിക്കാൻ വേണ്ടി പോയതായി അതിനൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി പോയതായിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇത് സ്വാധീനിക്കാൻ പോയി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണോ, അതോ ആ രീതിയിൽ സ്വാധീനിച്ചു എന്ന് ആ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മൊഴിയോ മറ്റോ വിവരങ്ങളോ പുറത്തു വന്നിട്ടുണ്ടോ ഡാൻ? അങ്ങനെ ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നതോടെയാണ് അവർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ സമൂഹ മാധ്യമത്തിൽ അവരുടെ പോസ്റ്റ് ഇടുകയും അതിനുശേഷം ഓൺ ക്യാമറയിൽ നിന്ന് തന്നെ എന്താണ് ആ യുവതിയെ കണ്ട് അവരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് ഓൺ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ തന്നെ അത് വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് അവരെ തേജോവധം ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണ്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഈ പൊതുസമൂഹം അവരെ തിരിച്ചറിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസികാഘാതം എത്രമാത്രം വലുതായിരിക്കും. ഇങ്ങനെ വലിയ ആശങ്കകൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന ഇരയായ യുവതി ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന ഒരു മാനസികാവസ്ഥയിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് വ്യക്തമാക്കിയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെയാണ് ഇത് വീണ്ടും വലിയ തരത്തിൽ ചർച്ചയായി മാറുന്നതും അങ്ങനെ ഇരയില്ല എന്ന തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ഇവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ഒടുവിൽ അന്വേഷണ സംഘം അതുമായി കേന്ദ്രീകരിച്ചുൾപ്പെടെ അന്വേഷണം നടത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഡാൻ, അങ്ങനെയെങ്കിൽ ഇതുവരെയും ആ യുവതി പോലീസിനെ സമീപിച്ചിട്ടില്ല, പരാതി നൽകിയിട്ടില്ല. ഈ നിരവധി യുവതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് പറയുമ്പോഴും ഒരാൾ പോലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഡാൻ? അത് കൃത്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് എത്താനായി ഉള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇരയെ സ്വാധീനിക്കാൻ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചു എന്ന
ഒരു സൂചന അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ അവരുടെ മൊബൈൽ ഫോണുകളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതോടൊപ്പം കോൾ ഡേറ്റ റെക്കോർഡുകൾ CDR കൂടി പരിശോധിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ എപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് അത്തരമൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും അങ്ങനെ വിശദമായി ഇരകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ കേസിൽ നിലവിൽ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയെന്നാണ് സൂചന. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് യുവതി ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ അത്തോളി സ്വദേശിനിയായ ബിഫാം വിദ്യാർത്ഥിനി ആയിഷയാണ് എരഞ്ഞിപ്പാലത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ആരോപിച്ച യുവതിയുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തി. ഞങ്ങൾ അറിയുന്നത് ഒരു 8:30 മണി ആ ടൈമിനാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ് എന്താ പറയുക, നമ്മളെ നാട്ടിലുള്ള ഒരാൾ വിളിച്ചപ്പോൾ ഇങ്ങനെ സംഗതി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾ അടുത്തുമ്പോൾ തന്നെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് എന്താ പറയുക, ബഷീർദ്ദീൻ പറയുന്ന ഇവളെ ഒരു ബോയ് ഫ്രണ്ടാണ്. അതിന് എന്താ പറയുക, എരണിപ്പാലം ഒരു ജിമ്മ് ട്രെയിനറായിട്ട് നടന്നതാണ്. അവൻ്റെ റൂമിൽ നിന്നാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവൻ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അവൻ പറഞ്ഞത് എന്താ പറയുക, എൻ്റെ വൈഫാന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ പറയുന്നത് അവൻ്റെ ലവറാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഒരാൾ എന്താ പറയുക, മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, അവളെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് അവളെ എന്താ പറയുക മർദ്ദിച്ചിട്ടുണ്ട്. അടിക്കുകയും എന്താ പറയുക, പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടത്. വളരെ സമയമായിട്ടും എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനുള്ള ധൈര്യം ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ആയിരിക്കണം ഇതിൻ്റെ പരിണത ഫലം. ഇവർ ആദ്യം ലവറായിട്ട് നടിച്ച് പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ പോയപ്പം ഇവളെന്തെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇവൻ വിളിച്ചു വരുത്തുന്നതാണ്. എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് വിളിച്ചു വരുത്തിയിട്ടായിരിക്കണം ഈ കുട്ടി വീട്ടുകാരറിയാതെ പോലും ഇവിടെ ഇങ്ങനെ മംഗലാപുരത്ത് പഠിക്കുന്ന ഈ കുട്ടി ഈ കോഴിക്കോട് വന്ന് ഇവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഇവനെ നിൽക്കണമെങ്കിൽ അത്രയും ഭീഷണി ഇവൻ എന്തെങ്കിലും കാണിച്ച് ഫോട്ടോ കാണിച്ചോ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ ഇപ്പോൾ സുലഭമാണെന്നല്ലോ, അതൊക്കെ കാണിച്ച് ഈ കുട്ടിക്ക് നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. ഇവർക്ക് അറിയില്ല ഒരു പക്ഷേ മോർഫ് ചെയ്തതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ കുട്ടി ആകെ ഡൗണായി പോകുന്നതാണ്. അങ്ങനെ സംഭവിക്കാനും അതല്ലെങ്കിൽ ഇവള് പൂർണ്ണമായിട്ടും എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇത് മറ്റുള്ളവരെ അറിയിക്കും എന്നുള്ളൊരു തോന്നൽ ഇവനുണ്ടെങ്കിൽ ഉണ്ടായത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവന് ആ മർഡറായിട്ട് ഉണ്ടാകുന്ന കാരണം. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇവിടെ ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമെന്നാണ്. എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ടോം, പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇയാളെ പ്രതി ചേർക്കണമോ അറസ്റ്റ് ചെയ്യപ്പെടണമോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ആയിഷയെ മരിച്ച നിലയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചത്. താൻ വീട്ടിലെത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടുവെന്നും അതിനുശേഷം കൂട്ടിക്കൊണ്ട് വരികയായിരുന്നുവെന്നാണ് ആശുപത്രിയിൽ അറിയിച്ചത്. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ച നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഈ ആശുപത്രി അധികൃതർ വിവരമറിയിക്കുകയും ബഷീറുദ്ദീൻ എന്ന ഈ ആയിഷയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് ഈ കുട്ടി 4 ദിവസം മുമ്പാണ് മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് എത്തിയത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള അത്തോളിയിലാണ് ഈ യുവതിയുടെ വീടുള്ളത്. പക്ഷേ വീട്ടിലേക്ക് പോവുകയോ വീട്ടുകാരെ വിവരം അറിയിക്കുകയോ ചെയ്യാതെയാണ് ആൺസുഹൃത്തിനൊപ്പം
എരിഞ്ഞിപ്പാലത്തെ വീട്ടിൽ ഈ കുട്ടി തങ്ങിയത്. ഇന്നലെ ഓണാഘോഷ പരിപാടികൾക്ക് പങ്കെടുക്കാനായി താൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇക്കാര്യം പോകണ്ട എന്ന് പറഞ്ഞ് യുവതി താനുമായി ചില അസ്വാരസ്യങ്ങളുണ്ടായി. ഇതിനുശേഷം ഈ വാക്ക് ധിക്കരിച്ച് താൻ പോവുകയായിരുന്നു. പോയ ശേഷം തിരികെ വന്നപ്പോഴാണ് വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ ഈ കുട്ടിയെ കാണുന്നത്. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് ബഷറുദ്ദീൻ പറയുന്നത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു ബഷറുദ്ദീൻ. വലിയ തോതിലുള്ള ഭീഷണി ഇയാളുടെ ഭാഗത്തുനിന്നും ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ കൂട്ടുകാരടക്കം ഇക്കാര്യം കുടുംബത്തോട് പറഞ്ഞു. അവരോട് ഫോണിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞു. നിരന്തരമായി ഈ കുട്ടിയെ മർദ്ദിക്കും, കയ്യിൽ കിട്ടിയ സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് മർദ്ദിക്കും. ഒപ്പം വലിയ ടോക്സിക്കായുള്ളൊരു ബന്ധമായിരുന്നു ഈ കുട്ടിയുമായി ഉണ്ടായിരുന്നത്. പല കാര്യങ്ങളിൽ നിന്നും ഈ കുട്ടിയെ പ്രതിരോധിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഈ ദൃശ്യങ്ങൾ പകർത്തുകയോ അല്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വഴിയോ ഒക്കെ ഈ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഇയാൾ പോയിരിക്കാം. അതുകൊണ്ടാണ് വീട്ടിൽ പോലും പോകാതെ വീട്ടുകാരോട് ഈ ഓണത്തിന് അവധിയില്ലെന്ന് അറിയിച്ച ശേഷം രഹസ്യമായി ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ, വാടക വീട്ടിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാവാം അത്തരത്തിൽ ഈ കുട്ടി ഇയാൾക്ക് അടിമപ്പെട്ടിരിക്കാം എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഒരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമായി തന്നെ ഇതിനെ പരിഗണിക്കണം. സമഗ്രമായ അന്വേഷണം നടത്തുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും പോലീസിൽ ഔദ്യോഗികമായി തന്നെ കുടുംബം ഇനി പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാവും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും കഴിഞ്ഞ 2 വർഷമായി ഇരുവരും തമ്മിൽ തികഞ്ഞ സൗഹൃദത്തിലായിരുന്നു, വലിയ അടുപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഇയാളുടെ നഗരത്തിലുള്ള ഇയാളുടെ വീട്ടിലേക്ക് ഈ കുട്ടി പലവട്ടം വന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒരു ജിമ്മിലെ ട്രെയിനറായി ജോലി നോക്കുന്ന ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇയാൾ തന്നെയാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇക്കാര്യം വ്യക്തമാണ്. ഒപ്പം വളരെ ഒരു പാനിക്കായ അല്ലെങ്കിൽ അങ്ങേയറ്റം ആശങ്കാകുലനായ ഒരു രീതിയിലാണ് ഇയാൾ ഈ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയുമായി എത്തിയതൊക്കെ. അതുകൊണ്ട് തന്നെ അയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ട്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞായിരിക്കും ഒരു കൃത്യമായ ധാരണയിലേക്ക് പോലീസ് എത്തുക കേട്ടോ. യെസ്, അനീഷ്, ഇവിടെ നേരത്തെ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ച കാര്യം, ഈ യുവാവ്, ഈ ആൺസുഹൃത്ത് പലപ്പോഴും ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ, ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുമ്പോഴും എന്താണ് ആത്മഹത്യക്ക്, ഇനി ആത്മഹത്യയാണ് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ അതിൻ്റെ വ്യക്തമായൊരു കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും ആത്മഹത്യയെക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് ബന്ധുക്കൾക്കോ അതല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ വ്യക്തമായിട്ടുണ്ടോ? സുഹൃത്തുക്കൾക്ക് അക്കാര്യത്തെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ ഈ ബഷറുദ്ദീൻ എന്ന ആൺസുഹൃത്ത് വീട്ടിലെത്തി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. താൻ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അക്കാര്യത്തെ ഈ ഐഷ എതിർത്തു. ആ എതിർപ്പ് അവഗണിച്ച് താൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും തൂങ്ങിയ നിലയിൽ ഈ യുവതിയെ കണ്ടു എന്നാണ്. അതുമാത്രമാണ് കാരണം എന്ന രീതിയിലാണ് അയാൾ പറയുന്നത്. മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം നൽകുന്നുമില്ല. പക്ഷേ കുടുംബം നേരെ തിരിച്ച് ആണ് പറയുന്നത്. കാരണം ഇയാൾ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഈ കൂട്ടുകാർ നൽകിയ തെളിവുകൾ അനുസരിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് വളരെ ക്രൂരമായ മർദ്ദനത്തിന് ഈ യുവതിയെ, ഈ 21 വയസ്സ് മാത്രം പ്രായമുള്ള ബിഫാം ഈ ഫിസിയോതെറാപ്പി കോഴ്സിന് പഠിക്കുന്ന ഈ കുട്ടിയെ മംഗലാപുരത്താണ് പഠിക്കുന്നത്. ആ കുട്ടിയെ വിധേയമാക്കിയിരുന്നു. പലപ്പോഴും മംഗലാപുരത്ത് ഈ കുട്ടിയെ കാണാൻ അയാൾ പോകുമായിരുന്നു. മംഗലാപുരത്തു നിന്നും ഈ വിദ്യാർത്ഥിനിയും പലപ്പോഴും കോഴിക്കോട് എത്തുമായിരുന്നു. കോഴിക്കോട് എത്തുമ്പോഴും കൃത്യമായി വീട്ടിൽ പോലും പോകാതെ ഇയാളോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ട് ഇയാളുടെ ഒരു കൃത്യമായൊരു നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ഇയാളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത വിധം ഒരു അടിമത്തത്തിലേക്ക്, പ്രത്യേകിച്ചും അത് കുടുംബം ആരോപിക്കുന്നത് ഈ കുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങളോ ഫോട്ടോകളോ മറ്റോ ഒക്കെ ഇയാളുടെ കാണുമായിരിക്കാം. അതുപയോഗിച്ച്
ഭീഷണി തുടർന്നാൽ, അതായത് നീ പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് മാറിയാൽ ഈ ദൃശ്യങ്ങൾ എല്ലാവർക്കും അയച്ചുകൊടുക്കുമെന്നോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യപ്പെടുത്തുമെന്നോ ഒക്കെ ഉള്ളൊരു ഭീഷണി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാമെന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഓണം, നമുക്കറിയാം, ഓണ അവധിക്കാലത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ പോയി ആഘോഷിക്കുന്ന ഒരു സമയമാണ്. മംഗലാപുരത്തു നിന്നും കോഴിക്കോട് വരെ എത്തിയിട്ടും ഒരു ഫോൺ കോളിൽ പോലും ഇക്കാര്യം കുടുംബത്തെ അറിയിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ എരഞ്ഞിപ്പാലത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും കാണണമെന്ന് പോലും ആഗ്രഹിക്കാതെ വരുന്നതിന് പിന്നിൽ ഇയാളുടെ വലിയ സമ്മർദ്ദമാണ്, ഇയാളുടെ ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഇയാളുടെ ആക്രമണങ്ങളെ ഭയന്നുള്ള ഒരു പ്രതിരോധമാണ് എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പരിശോധന നടത്തേണ്ടി വരും. പോലീസും ഈ കൂട്ടുകാരടക്കമുള്ളവരിൽ നിന്നും മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഇരുവരും തമ്മിൽ നിലനിന്നിരുന്നോ, ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോഴിക്കോട് നിയമ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ദുരൂഹത, പല രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ഇനി ബ്ലാക്ക് മെയിലിംഗ് ആണോ ആത്മഹത്യക്ക് കാരണമായത്, മറ്റെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ യുവാവിൻ്റെ ഭാഗത്തുനിന്ന്, സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്ന് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കേണ്ടതാണ്. തിരുവല്ലയിൽ ഭാര്യയെയും മക്കളെയും കാണാതായതിന് പിന്നാലെ ഭർത്താവിൻ്റെ ആത്മഹത്യ. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. പത്തനംതിട്ട തിരുവല്ലയിൽ ഭാര്യയെയും മക്കളെയും കാണാതായതിന് പിന്നാലെ ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. റീനയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവത്തിൽ ഭർത്താവ് അനീഷ് മാത്യുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇന്നലെയാണ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റീനയും മക്കളെയും കാണാതായതിന് പിന്നാലെയാണ് റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും കുടുംബം പ്രധാനമായി ഇത് സംബന്ധിച്ച് പോലീസിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റീനയും മക്കളെയും കാണാതായതിനു ശേഷം പോലീസ് ഭർത്താവായ അനീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. അതേസമയം പോലീസ് ഇക്കാര്യം പാടെ നിരാകരിക്കുകയാണ്. അത് പറയുന്നത് ചില കാര്യങ്ങൾ റീനയുടെയും മക്കളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുക മാത്രമാണ് പുളിക്കീഴ് പോലീസ് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും റീനയും മക്കളെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റീന കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് റീനയും മക്കളും, 2 മക്കളും വീട്ടിൽ നിന്നും പോകുന്നത്. പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ അനീഷും മാത്യുവും അതുപോലെ തന്നെ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവും റീനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നിലവിൽ പല കുടുംബ പ്രശ്നമാണ്. അത് കോടതിയിൽ വരെ എത്തിയിരുന്നു. ആ കേസുകളൊക്കെ ഇരു കുടുംബങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒന്നിച്ച് താമസിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ ചില കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം റീന പോയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം റീനയെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ റീനയും മക്കളും 2 പേരും പോയതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇവരെ കണ്ടതായുള്ള ചില സൂചനകൾ ഉണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷ് മാത്യുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ് അനീഷ് മാത്യു മരിക്കാൻ കാരണമെന്നുള്ള നിലപാടിലാണ് അനീഷ് മാത്യുവിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസിനെതിരെ അത്ര ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം നിരാകരിക്കുകയാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഇവിടെ ഈ യുവതിയെയും കുഞ്ഞുങ്ങളെയും കാണാതായതിന് പിന്നാലെ ഭർത്താവ് അനീഷ് മാത്യുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. അതിൻ്റെ മനോവിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ റീനയ്ക്കും കുഞ്ഞുങ്ങൾക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് എന്താണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണ്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ റീനയും മക്കളും എവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് റീനയും മക്കളും പോലീസ് സ്റ്റേഷനാണ് ഈ റീനയുടെ ഭർത്താവായ അനീഷ് മാത്യുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ അനീഷിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത്തരം ഒരു മാനസിക പീഡനം ഉണ്ടായ കൊണ്ടാണ് അനീഷ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ കുടുംബം ആരോപിക്കുന്ന പോലീസിനെതിരെയാണ്. കാരണം ഈ ഭാര്യയും മക്കളും പോയതിന്റെ പേരിൽ അനീഷ് മാത്യുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചതെന്നുള്ള രീതിയിലാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഇവർ പോകുന്നത്. അതിനുശേഷമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഇവർ റീനയും മക്കളും പോയെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നില്ല. എന്തായാലും കുടുംബം തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനെതിരെയാണ് വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതായത്
പോലീസിന്റെ മാനസികമായ പീഡനം കൊണ്ട് അനീഷ് മാത്യു മരിക്കുന്നു. ഒപ്പം റീനയും പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഈ കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് മക്കളെയും ഈ റീനയും പല സ്ഥലത്തും വെച്ച് കണ്ടതായ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ചില ദൃശ്യങ്ങളാണ് തൃശ്ശൂർ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പല ദിവസങ്ങളിലും അനീഷിനെ പുളിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി കവിയുള്ള വാടക വീട്ടിൽ വെച്ച് അനീഷ് മാത്യു ആത്മഹത്യ ചെയ്യുന്നത്. ഇത് കുടുംബം ഉന്നയിക്കുന്നത് ഈ അനീഷ് മാത്യുവിന്റെ ഭാര്യ റീനയും മക്കളെയും കാണാതായ സംഭവത്തിൽ പോലീസ് മാനസികമായി ഇവരെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു വലിയ ദുരൂഹത ഇതിനകത്ത്. കാരണം ഈ കുടുംബ പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പല സമയങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല ഇരു കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുകയും പോലീസ് കേസാവുകയും പിന്നീട് കോടതി പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവർ ഒന്നിച്ച് താമസിക്കുന്നത്. അതിനിടയിലാണ് ഈ 17-ാം തീയതി ഈ റീനയും രണ്ട് മക്കളും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. പിന്നീട് ഈ യുവതിയെയും കുഞ്ഞുങ്ങളെയും കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരെ കണ്ടെത്താൻ കഴിയാത്തത്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയല്ലേ? പക്ഷെ അതിന്റെ പേരിൽ ഈ യുവാവിനെ ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. പോലീസ് ഈ കുടുംബത്തിന്റെ ആരോപണത്തോട്, ഈ യുവാവിന്റെ കുടുംബത്തിന്റെ ആരോപണത്തോട് പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? അത്തരമൊരു മാനസികമായ പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ്? അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യം യുവാവിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായിട്ടും നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കാണാതാകുമ്പോൾ അതിന്റെ നടപടിക്രമ നിലയ്ക്കാണ് ഈ അനീഷ് മാത്യുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നത്. അത് പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചില ചോദ്യം ചെയ്ത് ചില വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് അനീഷ് മാത്യു ആത്മഹത്യ ചെയ്ത് പോലീസിന്റെ മാനസിക പീഡനം കൊണ്ടാണെന്നുള്ള ഒരു നിലപാടിലാണ് കുടുംബമുള്ളത്, അനീഷ് മാത്യുവിന്റെ കുടുംബമുള്ളത്. പക്ഷെ നിലവിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും റീനയും ഇതുവരെ പോലീസ് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കുടുംബം പ്രശ്നമുണ്ട്. പക്ഷേ 17-ാം തീയതി ഇവര് ഇവിടുന്ന് പോയതാണ്. പിന്നീട് ഇവരെവിടാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ പോലീസ് ഉണ്ടാക്കാൻ. അതായത് പോലീസിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരമില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കോഡ് രൂപീകരിച്ച് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇവരെ കണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവരല്ല എന്ന് ചില നിഗമനങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിലാണ് അവസാനമായി റീനയും രണ്ട് കുട്ടികളും ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നത്. പക്ഷെ അത് റീനയും മക്കളും അല്ലെന്നുള്ള സ്ഥിരീകരണത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷെ ഇതുമായി പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പലപ്പോഴും ഈ അനീഷ് മാത്യുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തേണ്ട വരുന്നത് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി അത്രമാത്രമാണ് പോലീസുകാർ ചെയ്തെന്നാണ് ഇപ്പൊ പോലീസുകാർ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗികമായി വിശദീകരണമുള്ളത്. പക്ഷെ എന്തായാലും ഈ രണ്ട് കുട്ടികളും ഈ അമ്മയും ഇപ്പോഴും എവിടാണെന്ന് കൃത്യമായി പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷേ മാനസിക പീഡനം മൂലം അനീഷ് മാത്യു ആത്മഹത്യ എന്തായാലും ഒരു ദുരൂഹത നിറഞ്ഞൊരു കേസായത് മാറുന്നു. ഈ കുട്ടികളെയും അമ്മയും കണ്ടെത്തണം കഴിഞ്ഞാൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്ക ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. രണ്ട് കുഞ്ഞുങ്ങളുമായി ഒരു അമ്മ പോയിട്ട് അവരെവിടാണെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. ഒപ്പം അവരുടെ ഭർത്താവ് വീട്ടില് ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. എന്തായാലും വലിയൊരു രീതിയിലൊരു വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കേസ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ വരാൻ സാധിക്കുള്ളൂ. പക്ഷേ ദുരൂഹത ഇപ്പോഴും നിൽക്കുകയാണ്. കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. പലപ്പോഴും ശശിനാരായണാണ് വിവരങ്ങൾ. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിൽ ഈ അനീഷ് മാത്യുവിൻ്റെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റീനയ്ക്കും മക്കൾക്കും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് 4 പേരും പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചു. പോലീസ് പക്ഷേ നല്ല അന്വേഷണമായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ തൊടുപുഴ CI വിളിച്ചു. അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല. പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം നടത്തി. പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെ ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്.
ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടക്കുന്നത്. എന്തായാലും പോലീസ് തീവ്രം അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന കരുതുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും, ഈ രണ്ടുപേരും കൃത്യമായി എനിക്കറിയാം, ഈ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPM-ന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം, എന്നോട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. PA സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, ഷാജൻ സ്കറിയ കഴിഞ്ഞ ദിവസം തന്നെ ആരോപിച്ചിരുന്നു ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയാണ് ആക്രമണം നടത്തിയതെന്ന്. ഇയാളത് ഫേസ്ബുക്കിലൂടെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിന് പല രീതിയിലുള്ള അട്ടിമറിയൊക്കെ ഉണ്ടാകുമെന്ന ചില സംശയങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പോലീസ് പക്ഷേ അതിവേഗത്തിൽ തന്നെ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഷാജൻ സ്കറിയും അത് തുറന്ന് പറയുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത്. പോലീസ് ഈ പ്രതികളുടെ വീടുകളിൽ കയറി റെയ്ഡ് നടത്തി. ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിൽ നിന്നും ഈ 4 പേരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? ഇത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ആക്രമണത്തിൻ്റെ കാരണം എന്താണ്? ഇക്കാര്യങ്ങളിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? സാഗർ. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ നിന്ന് ആക്രമണം നേരിട്ടത്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു മറുനാടൻ ഓൺലൈൻ ചാനൽ ഉടമയായ ഷാജൻ സ്കറിയ. ഈ സമയത്താണ് ഷാജൻ സ്കറിയെ പിന്തുടർന്ന ഒരു സംഘം ഷാജനെ ആക്രമിച്ചത്. ഇവർ ആദ്യം വാഹനത്തിലെത്തി, വാഹനത്തിൽ തട്ടുകയും തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം ഷാജനെ ആക്രമിക്കുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. തൊട്ടുപുറകിൽ വന്ന വാഹനത്തിൽ വന്നവരാണ് ഈ ദൃശ്യങ്ങൾ, ഷാജനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി ഷാജനെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുന്ന് തൊടുപുഴയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആക്രമണത്തിൽ ഷാജന്റെ മൂക്കിനുൾപ്പെടെ പരിക്കേറ്റിരുന്നു. മൂക്കിനും ചുണ്ടിനും ഉൾപ്പെടെയാണ് പരിക്കേറ്റത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. വാഹനത്തിനുള്ളിലിരുന്ന ഷാജനെ ഈ പ്രതികൾ 5 പേരടങ്ങുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി, ഷാജന്റെ മൊഴി രേഖപ്പെടുത്തി. തൊടുപുഴ DYSP, സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് ഷാജന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ പ്രതികൾക്കായി അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇന്നലെ പ്രതികളിൽ ഒരാൾ, മാത്യൂസ് കൊല്ലപ്പള്ളി എന്നൊരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇനി വരുമ്പോൾ നല്ല രീതിയിൽ വീണ്ടും കാണാം എന്ന രീതിയിൽ ഭീഷണി സ്വരത്തിലായിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളി എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്തുടർന്ന പോലീസ് സംഘമാണ് ഈ ഷാജനെ ആക്രമിച്ച 5 അംഗ സംഘത്തിൽപ്പെട്ട 4 പേരെ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെയോടെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പ്രധാന പ്രതിയായ മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള 4 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ തൊടുപുഴയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പ്രതികളുമായി പോലീസ് തൊടുപുഴയിലെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ ഇന്ന് രാവിലെ ഷാജൻ സ്കറിയ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തന്നെ കൊല്ലുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നാണ് ഷാജൻ സ്കറിയ ആരോപിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. 5 പ്രതികളാണ് ഉള്ളതെന്നും ഷാജൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ 5 പേരുടെ പേരുകളില്ലാതെ തന്നെയാണ് FIR ഇട്ടിട്ടുള്ളതും. പ്രതികൾക്ക് CPM സംരക്ഷണം നൽകുന്നു എന്നായിരുന്നു ഷാജന്റെ മറ്റൊരു പ്രധാന ആരോപണം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചയില്ല, കൃത്യമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നും ഷാജൻ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രതികളെ പിടികൂടിയെന്ന വാർത്ത പോലീസ് സ്ഥിരീകരിച്ചത്. ഒളിവിൽ കഴിയുന്നതിനിടെ, ആക്രമണത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്ന പ്രതികളെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എന്തായാലും ഈ തൊടുപുഴയിൽ നടന്ന ഈ ഷാജൻ സ്കറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനായി. കാരണം CPM ജില്ലാ നേതൃത്വം ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഷാജൻ സ്കറിയയുടെ ആരോപണം. എന്നാൽ ഈ മർദ്ദനത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് അന്ന് തന്നെ തീർച്ചയായും ഷാജൻ സ്കറിയ ആരോപിച്ചതാണ്. ഈ മാത്യൂസ് കൊല്ലപ്പള്ളി CPM അനുഭാവിയാണെന്ന്. ഈ മാത്യൂസിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? എന്തിനാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്ന്? കാരണം ഈ ഷാജൻ സ്കറിയ ആരോപിച്ചതുപോലെയാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു പക, മുൻവൈരാഗ്യം മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഷാജൻ സ്കറിയോടുണ്ടോ? ഇതിന് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരമൊരു ഗൂഢാലോചനയാണോ അതോ വ്യക്തിവിരോധമാണോ ആക്രമണത്തിന് കാരണമായത്? പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണ്, സാഗർ?
ടോം, കഴിഞ്ഞ ദിവസം ഈ സാജൻ സ്കറിയ ആരോപിച്ചിരുന്നു CPM പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്ന് സാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. കാരണം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി CPM പ്രവർത്തകനാണ് എന്നതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. കൂടെയുള്ള പ്രവർത്തകരും കൂടെയുള്ള 4 പേര്, ഇന്ന് അറസ്റ്റിലായ 4 പേരും CPM അനുഭാവികളും പ്രവർത്തകരുമാണ്. അക്കാരണം കൊണ്ട് തന്നെയാണ് ഇത് CPM ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്തരത്തിലൊരു മുൻകൂട്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം നടന്നതെന്നായിരുന്നു ഷാജിന്റെ പ്രധാന ആരോപണം. എന്നാൽ അന്ന് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ CPM ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഈ ആരോപണങ്ങൾ തള്ളിയിരുന്നു. കാരണം CPM പാർട്ടിയുമായോ മറ്റ് യുവജന സംഘടനകളുമായോ അന്ന് യാതൊരു ബന്ധവും ഈ ആക്രമണത്തിന് പിന്നിലില്ല എന്നാണ് അന്ന് തന്നെ CPM ഉന്നത നേതാക്കൾ വ്യക്തമാക്കിയത്. ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ഈ ആളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ അപവാദ പ്രചാരണം നടത്തി ഷാജൻ സ്കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വാർത്ത പ്രചരിപ്പിച്ചു എന്നൊരു അത്തരത്തിലൊരു വൈരാഗ്യമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസും പ്രാഥമികമായി നൽകുന്ന ഒരു വിവരം അത്തരത്തിൽ തന്നെയാണ്. ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ കുടുംബാംഗങ്ങളെയും മാത്യൂസ് കൊല്ലപ്പള്ളിയെയും യൂട്യൂബിലൂടെ ഈ ഷാജൻ സ്കറിയ അപവാദ പ്രചരണം നടത്തിയെന്നായിരുന്നു. അതിന് ഒരു 3 വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി തൊടുപുഴ എത്തിയതും ഈ മാത്യൂസ് കൊല്ലപ്പള്ളി സംഘവും ഈ ഷാജൻ സ്കറിയെ കണ്ടുമുട്ടുന്നതും. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അല്ലാതെ ഈ ഒരു ആക്രമണത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും പ്രതികളെ 4 പേരെയും തൊടുപുഴയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമോ ഇല്ലെങ്കിൽ പാർട്ടിയുടെ വല്ല ബന്ധവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ, അവർ ഇടപെട്ടല്ല ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്ന കാര്യം നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടോം, തീർച്ചയായും സാഗർ, അങ്ങനെ പോലീസ് പറയുന്നുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാജൻ സ്കറിയെ അവർ മർദ്ദിച്ചതെന്ന്. ആ മരണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ മാത്യൂസ് കൊല്ലപ്പള്ളി? ഈ ഭാര്യയുടെ മരണത്തിൽ ഇയാൾക്കെതിരെ ഈ മാത്യൂസിനും കുടുംബത്തിനുമെതിരെ അന്ന് ഈ ആരോപണം ഉയർന്നു വന്നതാണോ? ടോം, ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ ചില കോണുകളിൽ നിന്ന്, അത് ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ചെറിയ പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ പോലീസിൽ കേസ് കൊടുത്തിരുന്നതുമായ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ അന്ന് ചെറിയൊരു രീതിയിൽ പരാതി പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നെങ്കിലും അക്കാര്യത്തിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയെ ഈ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ കേസുകളൊന്നും നിലവിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു സംഭവമാണ് ഈ ഷാജൻ സ്കറിയ വാർത്ത ചെയ്തത്. അത് മാത്യൂസ് കൊല്ലപ്പള്ളിയെയും കുടുംബാംഗങ്ങളെയും അപവാദ പ്രചരണം നടത്തി. ഇല്ലെങ്കിൽ ആ ഒരു മരണത്തിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിക്കും പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു ഷാജൻ സ്കറിയ അന്ന് വാർത്ത ചെയ്തത്. അതിന് പിന്നിലുള്ള ഒരു പകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പ്രധാന കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രതികളെ പിടികൂടി ഇപ്പൊ തൊടുപുഴയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ അന്നത്തെ ആ ഒരു കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. ആ ഒരു സംഭവത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസും പറയുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ്, പ്രാദേശികമായുള്ള നേതാക്കളുടെ അടക്കം അറിവോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ്. കാരണം ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത് തൊടുപുഴയിലൊരു പ്രാദേശിക നേതാവായ സഖാവ് TA നസീറിന്റെ ഒരു അനുസ്മരണം പരിപാടി നടക്കുകയായിരുന്നു. അവിടെ SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ആ പരിപാടി, നടന്ന അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്തത്. അതിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഷാജൻ സ്കറിയക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ്, ഇല്ലെങ്കിൽ അവരുടെ അറിവോടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്ന് ഷാജൻ സ്കറിയ അന്ന് ആരോപിച്ചത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് ജില്ലയിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. അന്ന് ഈ മങ്ങാട്ടുകോലയിൽ നടന്ന TA നസീർ അനുസ്മരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഷാജൻ സ്കറിയയ്ക്ക് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് CPMന്റെ ഒരു അറിവോടുകൂടിയാണ് ഇത്തരത്തിലെ ആക്രമണം നടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രചരിച്ചത്. എന്നാൽ അന്ന് തന്നെ CPM നേതാക്കൾ തള്ളിയിരുന്നു. ഇതിപ്പോൾ വ്യക്തമാവുന്നത് ഈ മാത്യൂസ് തീർച്ചയായും എന്തായാലും PS സാഗറാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസും അല്ലെങ്കിൽ ഈ പ്രതികളുമൊക്കെ പറയുന്നത് പോലെ ആ യുവതിയുടെ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണം നടത്തിയെന്ന് പറയുന്നു ഷാജൻ സ്കറിയ. പക്ഷേ ഇവിടെ അപവാദ പ്രചരണമാണോ അതോ ആ സംഭവത്തെക്കുറിച്ച്
ഷാജൻ സ്കറിയുടെ യൂട്യൂബ് ചാനൽ മറുനാടൻ മലയാളി അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ടിംഗ് ആണ് ഉണ്ടായത്. എന്താ കാരണം, ആ യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവിന്, അതായത് മാത്യൂസ് കൊല്ലപ്പള്ളിക്കും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇത്തരം ഒരു ദുരൂഹ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനെ അപവാദ പ്രചരണമായി എങ്ങനെ കാണാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെ ഇത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഷാജൻ സ്കറിയയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ മറ്റു മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഭാവിയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശക്തമായി ഇതിനെ അപലപിക്കേണ്ടതാണ്. ഈ പ്രതികളെ എല്ലാ പ്രതികളെയും കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഷാർജയിലെ ഫ്ളാറ്റിൽ മലയാളി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? ഭർത്താവ് സതീഷിനെ ചോദ്യം ചെയ്യാൻ പോലും, അയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതര ആരോപണവുമായി അതുല്യയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. യുവതി ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലം സ്വദേശിനെ അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സഹോദരി അഖില പറയുന്നത്. ഭർത്താവ് സതീഷ് മർദ്ദിച്ചതിൻ്റെ പാടുകൾ തന്നെ അതുല്യ കാട്ടിയിരുന്നു. സതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, അത് അതുല്യ കണ്ടെത്തിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും? ഇത്ര ഉപദ്രവവും ഒരു ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട്, ആ പ്ലേറ്റിൽ അടിച്ച തലയിലെ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നമുക്കറിയണം. പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല, നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ, കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ, എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പം ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്. ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്, കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും, ഈ ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക്, നാവിൽ, ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് അതുല്യയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവൻ കൂസലില്ലാതല്ലേ അത് പറയുന്നത്, കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന്. അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, കേരളത്തെ നടുക്കിയ 2 സംഭവങ്ങളായിരുന്നത്. കൊല്ലം സ്വദേശിനികളായ 2 യുവതികളുടെ ആത്മഹത്യ, അത് രണ്ടും വിദേശത്ത് ഗൾഫിലാണ് ഈ 2 സംഭവം ഉണ്ടായത്. പക്ഷേ ഇവിടെ കേരള പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് അതുല്യയുടെ കുടുംബത്തിൻ്റെ ആരോപണം. എന്താണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം? ടോം, അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്.
ടോം, അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതായത് അതുല്യയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് അവശയാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രതിഭാഗം വക്കീൽ വാദിച്ചത് ഇതെല്ലാം പഴയ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ആധികാരികത പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ ഫോറൻസിക് പരിശോധനയടക്കം സബ്മിറ്റ് ചെയ്യണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അതുല്യയുടെ മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതിൽ ഇടക്കാല ജാമ്യം ലഭിച്ചാണ് ഇപ്പോൾ സതീഷ് നാട്ടിലുള്ളത്. സതീഷിനെ കസ്റ്റഡിയിലെടുക്കണം, പോലീസ് കസ്റ്റഡിയിലെടുക്കണം. അതുപോലെ തന്നെ കാര്യമായിട്ട് തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. തങ്ങളുടെ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ലഭ്യമാകണമെങ്കിൽ ഇയാളിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴികൾ പോലീസിന് കിട്ടണം എന്നാണ് ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് സതീഷ് അതുല്യയെ കൊലപ്പെടുത്തും എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. അയാൾ മദ്യലഹരിയിൽ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അതിമൃഗീയമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള തെളിവുകളായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതിട്ടും. എന്തായാലും ഈ അതുല്യയുടെ സഹോദരി അനഘയാണ് കൃത്യമായി കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം അനഘയ്ക്കാണ് അതുല്യ ഇതിന്റെ ദൃശ്യങ്ങൾ ആദ്യം അയച്ചു നൽകിയതും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം അയച്ചു നൽകിയതും. വാട്സപ്പ് സന്ദേശങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അതുല്യ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകളടക്കം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഇയാൾക്ക് ചില വൈകൃതങ്ങൾ ഉണ്ട് എന്നൊക്കെ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളായിരുന്നു ഈ അതുല്യ ആ ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ തെളിവുകളാണ്. നിലവിൽ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭ്യമായത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതുല്യയുടെ മാതാപിതാക്കൾ ഷാർജ പോലീസിലും അതുപോലെ തന്നെ കൊല്ലം പോലീസിലും പരാതി നൽകിയിരുന്നു. ഈ ലോക്കൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ചില പരിമിതികൾ ഉണ്ടായതുകൊണ്ടാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അടക്കം ഈ പോലീസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ ഒരു അത് തന്നെയാണ്. കാരണം ഇത് ഷാർജയിൽ വെച്ച് നടന്ന സംഭവമാണ്. കേരള പോലീസിന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചില പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ ഷാർജ പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ സതീഷിനെ ചോദ്യം ചെയ്യാനോ, പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഷാർജയിൽ വെച്ചാണ് ഇയാൾ ഈ രീതിയിലുള്ള മനോവിഭ്രാന്തി പ്രകടിപ്പിക്കുന്നത്, ഈ ഭാര്യയെ ക്രൂരമായി ആക്രമിക്കുന്നത്. അതേ തുടർന്ന് ആ യുവതി അതുല്യ ആത്മഹത്യ ചെയ്യുന്നതും. ഷാർജ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്? ടോം, അഖിലയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ മുൻപും ഈ അതുല്യയ്ക്ക് ഏറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ അവർ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് എന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉണ്ടായത്, അതായത് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ അതുല്യയെ സതീഷ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ ആരോപണം. പക്ഷേ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അതുല്യയുടെ മരണം തൂങ്ങി മരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ടാണ് ഒരുപക്ഷെ അയാൾക്ക് ജാമ്യം ലഭ്യമായത്. കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും തന്നെ ഷാർജയിൽ നടക്കാതെ വന്നതും. അതുകൊണ്ടാണ് അവർ നാട്ടിൽ വരികയും നാട്ടിൽ ക്രൈംബ്രാഞ്ചിനടക്കം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനടക്കം പരാതി നൽകുകയും ചെയ്തത്. ഇതിൽ ചില ഇപ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ വലിയൊരു ആരോപണങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. കാരണം തനിക്ക് ഈ സതീഷിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ അതുല്യ പറയുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തേറ്റ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ച തരത്തിലുള്ള മുറിപ്പാടുകൾ, ഇതെല്ലാം തന്നെ സഹോദരിക്ക് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്ത സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ അതുല്യയുടെ പിതാവ് വിശ്വസിക്കുന്നത് തന്റെ മകളെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയത്, ഇതിന് കൃത്യമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോഴും ആ ഒരു മൊഴിയിൽ തന്നെ ഈ മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ടോം, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.
കേരളത്തിലെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് കൂടുന്നു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക്. വർഷങ്ങളായി കേരളത്തിൽ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് 40% മുകളിൽ നിന്നാണ് വിവരങ്ങൾ. അടിയന്തര ഘട്ടത്തിലും മറ്റും നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയയുടെ എണ്ണം സർക്കാർ ആശുപത്രികളിലും വർദ്ധിക്കുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഈ ശസ്ത്രക്രിയകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭീമമായ ചിലവും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നില്ല. എസ് സാരംഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് ഇത്രയധികം പ്രസവ ശസ്ത്രക്രിയകൾ വർദ്ധിക്കാൻ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്? അത് ഈ പല സ്വകാര്യ ആശുപത്രികളും ഭീമമായ തുക ഈ സാധാരണക്കാരിൽ നിന്നും ഈടാക്കാൻ വേണ്ടി, ഈ ഗർഭിണികളിൽ നിന്നും ഈടാക്കാൻ വേണ്ടി, പ്രസവ സമയത്ത് ഈടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ശസ്ത്രക്രിയ നടത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പല കാരണങ്ങൾ പറയും. ഒന്നില്ലെങ്കിൽ കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ ഇത് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ ആശുപത്രികളിലും ഈ കണക്ക് കൂടുന്നതിൻ്റെ കാരണം എന്താകും? ടോം, അതിന് പ്രധാനമായി മുന്നോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പല സർക്കാർ ആശുപത്രികളിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ, അതായത് രാത്രിയോ മറ്റോ വല്ല അത്തരത്തിലുള്ള ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സാഹചര്യം നേരിടാൻ തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ സ്റ്റാഫ് ആയിക്കോട്ടെ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒന്നും തന്നെ ഇത്തരത്തിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമല്ല. ചില സർക്കാർ ആശുപത്രികൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ഒരു അടിയന്തര ഘട്ടം, ആ സമയത്തുള്ള അടിയന്തര ഘട്ടങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടക്കം സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവിക പ്രസവത്തിന് കാത്തു നിൽക്കാതെ ഇങ്ങനെ നോക്കാം എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ നമുക്ക് അത് ഈ ഒരു സർക്കാർ ആശുപത്രിയിൽ നേരിടാൻ കഴിയില്ല എന്ന് പറയാതെ പറയേണ്ട ഒരു സാഹചര്യം ഡോക്ടർമാർക്കും വരുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു സാധാരണക്കാരനാകുമ്പോൾ ഇവർക്ക് ഇത്തരം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നമുക്കിപ്പോൾ അറിയാം, സ്വകാര്യ ആശുപത്രികളിൽ ഇങ്ങനെ പാക്കേജ് കണക്കെയാണ് പ്രസവവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ചികിത്സകളെല്ലാം നടക്കുന്നത്. വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. കാരണം അതിൽ കുഞ്ഞിൻ്റെയും കുട്ടിയുടെയും സുരക്ഷ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി ചികിത്സാ ചെലവ് കുറഞ്ഞു കിട്ടുക എന്നുള്ളത് നടക്കുന്ന ഇത്തരത്തിൽ യാഥാർത്ഥ്യമാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രിയിൽ തുടരാം. അതിന് സിസേറിയനാണ് ഇതിന് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമെങ്കിൽ അത് പിന്തുടരാം എന്നുള്ളൊരു ഈ ഒരു കുടുംബാംഗങ്ങളുടെ അടക്കം ഒരു സമ്മതത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ കുറേ സർക്കാർ ആശുപത്രികൾ വർദ്ധിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ വലിയൊരു ഘടകം എന്ന് പറയുന്നത് പുതുതലമുറയിൽപ്പെട്ട പുതിയ ആൾക്കാർക്ക്, അതായത് യുവതികൾക്കടക്കം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങളും ഒപ്പം ഈ ഒരു PCOD തുടങ്ങിയ പല അസുഖങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ നോർമലായിട്ടുള്ള, വളരെ പൊതുവെ എല്ലാവർക്കുമുള്ളൊരു അസുഖമായി PCODയും മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഗർഭാശയവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റ് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഈ യുവതികൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഗർഭം ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ കോംപ്ലിക്കേഷൻ അടക്കം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള രോഗാവസ്ഥയുള്ളവർക്ക് ശസ്ത്രക്രിയ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരം പ്രസവ ശസ്ത്രക്രിയകൾ വഴി ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ. പക്ഷെ എന്താണ് ഇതുപോലുള്ള പ്രസവ ശസ്ത്രക്രിയ നിരക്ക് വർദ്ധിക്കുന്നത്, അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.